സത്യം പറയാലോ, എനിക്ക് വേടൻ്റെ കാര്യത്തിൽ നല്ല അസൂയയും കുശുമ്പും ഉണ്ട്. മറ്റൊന്നും കണ്ടല്ല, പുള്ളിക്ക് എങ്ങനെ കിട്ടി ഇതുപോലുള്ള ഫാൻസിനെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിച്ചും പുറത്തും അതൊന്നും വേടൻ്റെ മിസ്റ്റേക്ക് അല്ല എന്ന് വരുത്തി തീർക്കുന്ന ഫാൻസ് ഇതിങ്ങേറെ ഭാഗ്യം തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുകയില്ല. വേടൻ്റെ മുജ്ജമ്മ സുഹൃതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ അവസാനം ഉണ്ടായ സംഭവം ഉണ്ടല്ലോ, കിളിമാനൂര പ്രോഗ്രാം നിന്നുപോയത്, ഇതിലാരും ഒരു കുഞ്ഞുങ്ങൾ പോലും വേടനെ കുറ്റം പറയുന്നില്ല. അവരാകെപ്പാടെ പറയുന്നത് 1-2 പേര് മാത്രം പറയുന്നുണ്ട്, വേടനെ ജസ്റ്റ് അവിടം വരെ ഒന്ന് വന്ന് സംസാരിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേടൻ്റെ ആ വീഡിയോ എനിക്ക് വരാൻ സാധിച്ചില്ല, ഇന്നപോലെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ടെക്നീഷ്യൻ മരിച്ചു പോയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എൻ്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് സങ്കടമുണ്ട്, നടക്കാൻ പാടില്ലാത്തതൊക്കെയാണ് നടന്നത്. പക്ഷേ അത് വേടൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് പച്ചയായ മനുഷ്യൻ, എന്ത് നല്ല മനുഷ്യൻ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ശരിയാണ്, പുള്ളി നല്ല മനുഷ്യനാണ്. കാരണം കൂടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് സാധാരണഗതിയിൽ നന്മയുള്ള മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ്. ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത് മാറ്റിവെക്കുക തന്നെ ചെയ്യും. പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഇത് കമ്മിറ്റിക്കാരുടെ പ്രശ്നം കൊണ്ട് മാത്രമാണോ ഈ പ്രോഗ്രാം നിന്ന് പോയത്? എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇത് എൻ്റെ സംശയം മാത്രമാണ്. ഇനിയിപ്പോൾ ഫാൻസുകാർ തെറി വിളിക്കില്ലെന്നൊന്നും പറഞ്ഞാലൊന്നും രക്ഷയില്ല. ഇവരുടെ ഈ പ്രോഗ്രാം നിന്ന് പോയപ്പോൾ തന്നെ അവിടെ കിടന്ന ഫാൻസുകാർ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തെറി വിളിയോ ആ പാവപ്പെട്ട അവിടെ വന്ന സൗണ്ട് സിസ്റ്റം എല്ലാം നശിപ്പിച്ചിട്ടാണ് അവന്മാർ പോയിരിക്കുന്നത്. ഒരുത്തൻ്റെ ചോറാണെന്ന് പോലും തിരിച്ചറിയാനുള്ള വകതിരിവില്ല. അപ്പോൾ അവർ ഇപ്പം ഞാൻ ഇട്ട പല വീഡിയോയിലും കമൻറ്റുകൾ തെറി വിളിച്ചോട്ടെ, എന്നെ വിളിച്ചോ, എൻ്റെ വീട്ടുകാരെ വരെ വിളിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി എവിടെയോ കിടക്കുന്ന എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക. അത്രക്കുള്ള വിവരമുള്ളൂ പാവങ്ങൾ. അപ്പോൾ നമുക്ക് എൻ്റെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ പങ്കുവെക്കാം. സംശയം 1, വേടൻ എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെക്കുന്നു എന്നുള്ള വിവരം നേരിട്ട് പ്രേക്ഷകരെ അറിയിക്കാഞ്ഞ, അല്ലെങ്കിൽ ഫാൻസുകാരെ അറിയിക്കാഞ്ഞ, ആ സ്റ്റേജ് വരെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇന്നപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ടെക്നീഷ്യൻ മരിച്ചുപോയി, അതുകൊണ്ട് എനിക്ക് പാടാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ഈ പ്രോഗ്രാം തൽക്കാലത്തേക്ക് നിർത്തി വെക്കുകയാണ്, നമുക്ക് പിന്നീട് ഒരു ദിവസം നമുക്കിത് അറേഞ്ച് ചെയ്യാം എന്ന് എന്തുകൊണ്ട് നേരിട്ട് വന്ന് സംസാരിച്ചില്ല? ഓക്കെ, വേടൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു റീസൺ പറയുന്നുണ്ട്, സെക്യൂരിറ്റി പ്രശ്നം കൊണ്ടാണെന്ന്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേടൻ്റെ ഫാൻസുകാരല്ലേ, അപ്പോൾ വേടൻ പറഞ്ഞാൽ കേൾക്കില്ലേ? അതോ വേടൻ അവിടെ വന്ന് ഇന്ന പോലെ പ്രോഗ്രാം മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഈ ഫാൻസുകാർ വേടന് നേരെ ചെളിവാരി എറിയുമോ? അതാണോ വേടൻ്റെ പേടി? അപ്പോൾ എത്ര ഉള്ളോ താങ്കളുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞാൽ കേൾക്കില്ലേ? അതായത് വേടൻ ഈ പറഞ്ഞ പോലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് രാത്രി 10-10 കണ്ട ഇയാൾ മരിച്ചത് ഈ കമൻറ്റുകളിലൂടെയും മറ്റും മനസ്സിലാക്കുന്നത് ഒരു 4:00 കൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. അതിനുശേഷം അദ്ദേഹത്തെ ആശുപത്രി പ്രവേശിച്ചു, ഒരു 5 മണിയോടുകൂടി മരണം സ്ഥിരീകരിച്ചു എന്നാണ് നമ്മൾ ഈ കമൻറ്റുകളിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം വേടന് പറഞ്ഞു കാണുമല്ലോ, അതാ വേടൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു? അല്ലല്ലോ, വേടനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വേടൻ എന്തുകൊണ്ട് ആ സമയത്ത് തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഇന്ന പോലെ പ്രോഗ്രാം നടക്കില്ല എന്ന് പറഞ്ഞില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് കമ്മിറ്റിക്കാരെ അറിയിച്ചില്ല? അപ്പോൾ പലരും ചോദിക്കുന്നത് കമ്മിറ്റിക്കാരെ അറിയിച്ചു, പക്ഷേ കമ്മിറ്റിക്കാർ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നത് ഇന്ന പോലെ വേടൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രാഫിക് ബ്ലോക്ക് കാരണം ഇവിടം വരെ എത്താൻ സാധിക്കുന്നില്ല, പതുക്കെയാണെങ്കിലും പ്രോഗ്രാം തുടങ്ങും എന്നാണ് അവിടെ അനൗൺസ് ചെയ്തെന്നാണ് പറയുന്നത്. ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ്. കാരണം വേടനോടുള്ള അത്രയും ആരാധകരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത്. ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റിക്കാർക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടോ?
അതായത് വേടൻ ഓൾറെഡി ഒരു 5 മണിയാകുമ്പോൾ ഇന്ന പോലെ നമ്മുടെ കൂട്ടത്തിലൊരു ടെക്നീഷ്യൻ മരിച്ചു, അതുകൊണ്ട് എനിക്ക് പ്രോഗ്രാം നടത്താൻ സാധിക്കില്ല എന്ന് കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമ്മിറ്റിക്കാർക്ക് തന്നെ തലയ്ക്ക് പ്രാന്തുണ്ടോ? ഈ പറഞ്ഞ പോലെ 10:30 ആകുമ്പോഴത്തേക്കും വേടൻ വരും, ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതോ കമ്മിറ്റിക്കാർ വേടൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും വാ പ്ലീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഹോട്ടലിൽ ഇരിക്കുന്നവർ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് വിളിച്ചിട്ട് വേടൻ വരാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ കുഴപ്പമില്ല, വേടൻ വരത്തില്ലെന്നൊന്നും അവരോട് പറയണ്ട, പ്രേക്ഷകരോട് പറയണ്ട, ഫാൻസുകാരോട് പറയണ്ട, വേടൻ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് വരാൻ താമസിക്കുമെന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് നിന്നാൽ മതി, ഞങ്ങൾ എങ്ങനെയെങ്കിലും വേടനെ കൊണ്ടുവരും എന്ന് ആ വേടൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് കമ്മിറ്റിക്കാർ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തുള്ള കമ്മിറ്റിക്കാരെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നോ? അതുകൊണ്ടാണോ അവരങ്ങനെ സംസാരിച്ചത്? പിന്നെ ചിലർ പറയുന്നത് കേട്ട് അതുപോലെ ജനങ്ങൾ തിങ്ങിക്കൂടിയതുകൊണ്ട് അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, കോൾ വിളിച്ചാലൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ വേടന് ഒരാളെ പറഞ്ഞ് വിടാൻ മേലായിരുന്നോ? പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് ഇന്ന പോലെ പ്രോഗ്രാം നടക്കത്തില്ല എന്ന് പറയാമായിരുന്നല്ലോ. ഇനി അതും പോട്ടെ, വേടൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് ഒരു 500 കിലോമീറ്റർ ഉണ്ടെന്ന് കൂട്ടിക്കോ, അതുകൊണ്ട് ഒരാളെ പറഞ്ഞു വിടാനും സാധിക്കുന്നില്ല. പക്ഷേ ഈ വേടൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് രാത്രിയല്ലേ, ഒരു 10:10 ആയപ്പോഴത്തേക്കെങ്ങാണ്ടാണ് വേടൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എന്തുകൊണ്ട് 5:05 ആയപ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്തില്ല? അപ്പോൾ പറയും ദുഃഖം കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. ഒരു പ്രോഗ്രാം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്തേണ്ട ഉത്തരവാദിത്വം എന്തായാലും വേടനുണ്ട്. ഇനി അഥവാ നടത്താൻ മേലാത്ത സാഹചര്യമാണെങ്കിൽ അത് അന്നേരം തന്നെ അവരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇനി എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ പറയാം. ഇത് സംശയം മാത്രമാണ്. ഫാൻസ് എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം, മാപ്പ് ആദ്യം തന്നെ പറയുകയാണ്, അല്ലെങ്കിൽ ഇവന്മാരെല്ലാവരും കൂടി എന്നെ കൊല്ലും. സംശയം മാത്രമാണ്. അതായത് വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂട്ടത്തിലുള്ള ഒരു ടെക്നീഷ്യൻ മരിച്ചു പോകുന്നു. അപ്പോൾ വേടന് ഈ പ്രോഗ്രാം നടത്താനായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, സ്വാഭാവികം. ഏതൊരു മനുഷ്യനും അങ്ങനെ തോന്നും. കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും പറ്റുമോ? പ്രത്യേകിച്ച് ഈ കലാപരമായിട്ടുള്ള പാട്ടോ ഡാൻസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു പ്രോഗ്രാം ഏറ്റുപോയി, ആയിരക്കണക്കിന് ആൾക്കാരാണ് തന്നെ കാണാനും ശ്രമിക്കാനും വേണ്ടി അവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം വേടനറിയാം, വേടൻ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഈ പ്രോഗ്രാം മാറ്റിവെക്കുക എന്നുള്ളത് അത്ര നടപടിയുള്ള കാര്യമല്ല, അത് ചെയ്യാനും പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് വേടന് കൃത്യമായിട്ടറിയാം. അപ്പോൾ വേടൻ എന്നാൽ പ്രോഗ്രാം നടത്തിയേക്കാം, ഞാൻ കുറച്ച് വൈകിയാണെങ്കിൽ ഞാൻ വന്നേക്കാം എന്ന് പുള്ളി കമ്മിറ്റിക്കാരോട് വിളിച്ച് പറയുന്നു. കമ്മിറ്റിക്കാരോടനെ പറയുന്നു ട്രാഫിക് ബ്ലോക്ക് കാരണം ഇന്ന പോലെ വേടൻ എത്താൻ സാധിക്കുന്നില്ല, കുറച്ച് താമസിച്ചാണെങ്കിലും വേടൻ വന്നോളും, അതുപോലെ ബ്ലോക്കാണെന്ന് ഈ കമ്മിറ്റിക്കാർ അനൗൺസ് ചെയ്യുന്നു. അപ്പം വേടൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഓക്കെ, ഒരു 8:30 ആകുമ്പോൾ അവിടെ ചെല്ലായിരുന്നു. പക്ഷേ പുള്ളിക്ക് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, അറിയാമല്ലോ മനുഷ്യനാണേ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുള്ളി പതുക്കെ താമസിച്ചാണ് ഇറങ്ങിയത്. താമസിച്ചിറങ്ങിയപ്പോൾ പുള്ളി പെട്ടുപോയി. ഈ ഒരു നിയമം ഉണ്ടല്ലോ, അതായത് 10:10 വരെയല്ലേ ഉള്ളൂ ഈ മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി താമസിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പം ബ്ലോക്കിൽ പെട്ടുപോയി, പുള്ളിക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് പറയും? പ്രേക്ഷകരോട് എന്ത് പറയും? അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന പോലെ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ടെക്നീഷ്യൻ മരിച്ചുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാത്തത് എന്ന് പുള്ളി പറയുന്നു. അപ്പോൾ ഇതിനകത്ത് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കമ്മിറ്റിക്കാർ പറഞ്ഞതാണ് സത്യാവസ്ഥ, മനസ്സിലായോ? വേടനും വേണമെങ്കിൽ ഈ ലൈവിനകത്ത് പറയായിരുന്നു ട്രാഫിക് ബ്ലോക്ക് മൂലമാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞത് എന്ന് വേടന് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷേ വേടൻ അങ്ങനെ പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് വേടൻ അങ്ങനെ പറയാനേ? അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമാവും. അതേസമയം എൻ്റെ കൂട്ടത്തിലുള്ളൊരു ടെക്നീഷ്യൻ മരിച്ചതുകൊണ്ട് എനിക്ക് മാനസിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല. അതേസമയം ട്രാഫിക് ബ്ലോക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ തനിക്ക് ഇച്ചിരി കൂടെ നേരത്തെ ഇറങ്ങാൻ മേലോടോ എന്നൊക്കെ ചോദിക്കുമല്ലേ. പക്ഷേ ഇത് രണ്ടും ഉണ്ട് കേട്ടോ. പുള്ളിക്ക് ദുഃഖമുണ്ട്, വരാനും സാധിച്ചില്ല, പെട്ടുപോയൊരവസ്ഥയാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യം മിണ്ടിയില്ല, ഈ മരിച്ച കാര്യം മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലായി? ഇതാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ട്രാഫിക് ബ്ലോക്കിൻ്റെ അല്ല, കമ്മിറ്റിക്കാർ പറഞ്ഞത് നുണയാണ്, വേടൻ പറഞ്ഞതാണ് സത്യം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുഴപ്പമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വേടൻ കാണിച്ചത് മോശമാണെന്ന് പറയേണ്ടി വരും. ട്രാഫിക് ബ്ലോക്കില്ലെങ്കിൽ ജസ്റ്റ് അവിടം വരെ വന്നിട്ട് എന്നെ പോലെ എൻ്റെ പ്രേക്ഷകരെ എന്നെ പോലെയാണ്, എൻ്റെ കൂട്ടത്തിലുള്ള ടെക്നീഷ്യൻ മരിച്ചതുകൊണ്ട് എനിക്ക് പാടാൻ സാധിക്കത്തില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ കാണാം, പിന്നീട് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം, പുള്ളിക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ് വില്ലെന്ന് വേണം വിശ്വസിക്കാൻ. അല്ലെങ്കിൽ പിന്നെ പുള്ളി വേറെ ഏതെങ്കിലും കേസ് കെട്ടിൽ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയെന്ന് പറയേണ്ടി വരും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിംഗറോ ഡാൻസറോ ആരായാലും ഒരു പ്രോഗ്രാം ഏറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങി പോകത്തൊന്നുമില്ല, അല്ലേ? ഉത്തരവാദിത്തം ഉള്ളവരാരും അങ്ങനെ വേടൻ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പം സംഭവം ഇത്രേ ഉള്ളൂ, ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ് പ്രശ്നം, ആ കമ്മിറ്റിക്കാർ പറഞ്ഞത് തന്നെയാണ് സത്യാവസ്ഥ. ഇത് കണ്ടില്ലേ, അവിടെ
പ്രോഗ്രാം നടത്തിയവർക്ക് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല. വേടൻ ഒരു നഷ്ടവും വന്നിട്ടില്ല. പക്ഷേ നഷ്ടം വന്നത് മൊത്തം ആർക്കാണ്? ഇതുണ്ടോ ഈ സൗണ്ട് സിസ്റ്റം അവിടെ LED വാളും കൊണ്ടുവച്ചവരുടെ ചോറിനകത്ത് മണ്ണ് വാരിയിട്ടിട്ട് പ്രേക്ഷകർ പോയി. ആർക്ക് നഷ്ടം സംഭവിച്ചു? അവർക്ക് നഷ്ടം സംഭവിച്ചു. ഇങ്ങനെയുണ്ടോ ഫാൻസ് എന്ന് പറഞ്ഞാൽ? വേടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടോക്സിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്ത് മനുഷ്യരാടേ നിങ്ങൾ? വേറൊരു കാര്യമുണ്ട്, പറ്റിയ കൂട്ടാം. എന്നാൽ ഈ കണ്ടത്തിൽ കൊണ്ട് ഈ പരിപാടി വെക്കാനുള്ള ഐഡിയ ആരുടെയാണെന്ന് മനസ്സിലാകാത്ത. ആ കണ്ടം മൊത്തം ഉഴുതു മറിച്ച് നല്ല പോത്തിനെ കൊണ്ട് ഉഴുതു മറിച്ച പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നെല്ല് കൊണ്ട് വിതച്ചാലിങ്ങനെ മതി. പിന്നെ വേറെ കാര്യം, ഈ കമ്മിറ്റിക്കാർക്ക് ആ ഒരു ഐഡിയ ഇല്ലാതായി പോയെന്ന് തോന്നേ. അതായത് ഈ ട്രാഫിക് ബ്ലോക്ക് വരുമെന്നും ആയിരക്കണക്കിന് ആൾക്കാർ വരുമെന്നും ഉള്ള ഒരു ഐഡിയ അവർക്കില്ലാതായി പോയോ? അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടൊരു വീട്ടിൽ വല്ലതും താമസിപ്പിച്ചാൽ പോരെയോ? അതോ പുള്ളിക്കിനി 5 സ്റ്റാർ ഹോട്ടലൊക്കെ തന്നെ വേണം നിർബന്ധം വല്ലതും ഉണ്ടോ? ആർക്കറിയുന്നത് അതെന്നാ സംഭവിച്ചതെന്ന്.